ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത, അല്ലെങ്കിൽ മാനസികമായ മറ്റുള്ളവരോട് നമുക്കൊരു സഹിഷ്ണുത അല്ലെങ്കിൽ അനുകമ്പ, ഇതൊക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടുന്ന് മുന്നോട്ട് പോകാനോ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. നമുക്ക് എല്ലാവരോടും സഹിഷ്ണുത, മനസ്സലിവ് അല്ലെങ്കിൽ അനുകമ്പ, നമുക്ക് മറ്റുള്ളവരോടൊരു കരുണ, ഇതെല്ലാം തോന്നണം. അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ്റെ രീതി എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആത്മാർത്ഥത കൂടിപ്പോയാലും ജീവിതത്തിൽ എന്നും കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവൻ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ ആ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെയ്തു കൊടുത്ത വ്യക്തിനെയോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ചോ ഒരു സ്മരണയോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒരാൾക്കും സ്മരണ കിട്ടാനല്ല, ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ പ്രവർത്തിച്ചത്. മറ്റൊരാളുടെ വിഷമം കണ്ടപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ അവരെ സഹായിച്ചു പോയതാണ് നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കും. അതായത് സഹായം കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കും. ചുരുക്കം ഒരു കുടുംബം നോക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു മകനായിക്കോട്ടെ അല്ലെങ്കിൽ മകളായിക്കോട്ടെ, ആരായാലും ആ വ്യക്തിക്ക് ആ കുടുംബം നോക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ആ വ്യക്തി നോക്കിയതിന് തെളിവുകളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തിയതിന് തെളിവുണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു കുടുംബം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളതിന് കണക്ക് വെക്കാറില്ലല്ലോ, കണക്ക് വെക്കില്ല. അതുപോലെ തന്നെ നമ്മൾ കുടുംബം നോക്കുന്ന കാര്യം മാത്രമല്ല, നമ്മളോടൊരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് അത് ചെയ്തു കൊടുക്കാനായിട്ട് ആത്മാർത്ഥമുള്ളവരുടെ കാര്യം പറയുന്നത് കേട്ടോ. അല്ലാത്തവരിപ്പോൾ ഇത് കൂടെ കേട്ടിട്ട് അത് കൂടെ വിട്ടുകളയും, അങ്ങനത്തെ ഉള്ളവരുടെ കാര്യമല്ല പറഞ്ഞാൽ, ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വ്യക്തിയുടെ കാര്യങ്ങളാണ് പറയണത്. ഒരു ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ള വിഷമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ചെയ്ത് കിട്ടേണ്ട കാര്യങ്ങൾ, നിയമപരമായ നടപടികൾ, അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൂടെ നിന്നിട്ട് ചെയ്തു കൊടുക്കാനായിട്ടും, അല്ലെങ്കിൽ ഒരു ജോലിക്ക് നമ്മൾ ചിലപ്പോൾ പല വ്യക്തികളായിട്ട് നമുക്ക് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളായിട്ട് നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരോടൊക്കെ അന്വേഷിച്ച് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാനോ, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ മറ്റേ രീതിയിൽ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒക്കെ നമ്മൾ മുന്നിട്ടിറങ്ങും അല്ലേ. അപ്പോൾ ചിലവർ എന്താ ചെയ്യുക, ആത്മാർത്ഥം ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് ഇത് കൂടെ കേട്ട് അത് കൂടെ വിട്ട് കഴിയും. അത് കഴിഞ്ഞു, ഞാൻ കുറേ ഇടത്തിൽ ചോദിച്ചു കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയെന്നൊരു മറുപടിയും കൊടുക്കും അല്ലേ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ നുണ പറയില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നുണ പറയേണ്ട ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കുക വേണം കേട്ടോ. അതായത് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് ചെറിയൊരു നുണയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ. തീരുമാനം നുണ പറയില്ല എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല, അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കുടുംബം നോക്കുന്ന വ്യക്തിക്കും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ആ കുടുംബം നോക്കും, കുടുംബത്തെ ചിലവുകളെല്ലാം നോക്കി അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്ക് പണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് അമ്മ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കുറികളോ കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ ചിലപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്ന മൂത്ത മകനോ മകളോ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ മകനോ മകളോ ആരാണ് കുടുംബം നോക്കണേ ആ വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ നല്ല വാക്ക് കൊണ്ട് സംസാരിക്കാനും നല്ല എപ്പോഴും അമ്മയെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് പറയാനും ഒക്കെ കഴിവുള്ള മറ്റു മക്കളാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന വ്യക്തിയേക്കാൾ ഉപരി ആ അമ്മയ്ക്കും അച്ഛനും നന്നായി സംസാരിക്കുന്ന, അതായത് നല്ല രീതിയിൽ പെരുമാറുന്ന ആ മകനോടോ മകളോടോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കുടുംബം നോക്കിയ ആൾക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആ മറ്റേ വ്യക്തിക്കാണ് കൊടുക്കാനായിട്ടാണ്, കൂടുതൽ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാനാണ് അച്ഛനും അമ്മയും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുടുംബം നോക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകെട്ടും കാലുകെട്ടും ഇല്ലാത്ത ആളെന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുന്നവരാകുമ്പോഴായിരിക്കും ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറായിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ അവർ എത്ര ദിവസം ആശുപത്രിയിൽ കിടന്നാലും ആ ദിവസങ്ങളിൽ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണാനായിട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, ആ സമയങ്ങളിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുപോവുക. ചുരുക്കം നമ്മൾ വെറുതെ ഇരിക്കല്ലേ, വേറെ നിൽക്കണ്ട വെച്ചിട്ട് നമ്മൾ വീട്ടിലെ അടുക്കളപ്പണികൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ, അതിനൊരു ഒഴിയലുണ്ടാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ ജീവിതങ്ങളോ ഉണ്ടാവില്ല. അപ്പം ഞാനിത് പങ്കുവയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിയുന്ന ഒരു ചേച്ചിയുടെ കഥ ആയതുകൊണ്ടാട്ടോ. അപ്പോൾ ആ ചേച്ചി 2 കുട്ടികളുണ്ട്, ഭർത്താവ് മരിച്ചുപോയി, 2 പെൺമക്കളാണ്. 2 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. ആ 2 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞ് 2 പേരും 2 സ്ഥലങ്ങളിലാണ്. ഒരാൾ ചെന്നൈയിലാണ്, ഒരാൾ ഇവിടെ എറണാകുളത്താണ് കേട്ടോ.
അപ്പോൾ ഈ ചേച്ചി ചെന്നൈയിലുള്ള മകൾക്ക് കുട്ടികളായപ്പോൾ അവിടെ പോയി. അപ്പോൾ ആ മകള് ഇതന്നെ സൂത്രം കണ്ടു. കാരണം അമ്മ കൂടെ നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പണിയൊന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ അമ്മേനെ അവിടെ നിർത്തി. എല്ലാ അടുക്കള പണികളായിക്കോട്ടെ, കുട്ടികളുടെ കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ ചിലവരെന്ത് ചിന്തിക്കും, വെറുതെ ഇരിക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പം നമ്മൾ വെറുതെ ഇരിക്കണൊക്കെ ഭേദമല്ലേ പണികൾ എടുക്കാന്ന് വെച്ചിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പണികൾ ഉണ്ടാവും. അതെല്ലാം ചെയ്യും. വീട് വൃത്തിയാക്കുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, അടുക്കള പണികൾ ഒതുക്കുക. അതുപോലെ നല്ല രീതിയിൽ ചിലവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ള വ്യക്തികളുണ്ടാവും അല്ലേ. കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടില്ല. അപ്പം അത് ചിലവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതുപോലെ എന്ത് പലഹാരങ്ങളോ അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് രീതിയിലുള്ള ഭക്ഷണങ്ങളോ തയ്യാറാക്കാൻ ഒന്ന് കണ്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ തയ്യാറുള്ളവരുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ അത് തയ്യാറാക്കാൻ പറ്റുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ മകൾക്ക് വീട്ടിൽ വിരുന്നുകാർ വന്നാലും പ്രശ്നമില്ല, ഒന്നും ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അമ്മ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ മകൾക്കൊരാവശ്യം വന്നിട്ട് ഈ ചേച്ചിക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു കുറച്ച് ദിവസം നിൽക്കുമ്പോഴത്തേന് മൂത്ത മകൾ വിളിച്ചു തുടങ്ങി. സ്നേഹം കൊണ്ടല്ല കേട്ടോ, പണിയെടുക്കാൻ അവിടെ ആളില്ല, അതുകൊണ്ടാണ്. ഒരു വേലക്കാരിനെ വെച്ചാൽ അത്യാവശ്യം ശമ്പളം കൊടുക്കണ്ടേ. ഇത് 5 പൈസ ചിലവില്ലാതെ കാര്യങ്ങളെല്ലാം നടക്കുക. അവനവൻ്റെ മകളുടെ വീട് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് കൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എറണാകുളത്തെ വീട്ടിലേക്ക് വന്നു, മകളുടെ വീട്ടിലേക്ക് വന്നു. അവിടെ വന്നിട്ട് കുട്ടിക്ക് എന്തോ സർജറി ഒക്കെ കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മൂത്ത മകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ, 1 മാസമെങ്കിലും കഴിയാതെ ഞാൻ വരുന്നില്ല പറഞ്ഞപ്പോൾ മൂത്ത മകൾക്ക് ദേഷ്യമായി, പിന്നെ വിളിക്കാതെയായി. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി കേട്ടോ. അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്തു, കുറച്ച് ദിവസം അവരുടെ ബന്ധു വീടുകളിലൊക്കെ ഒന്ന് പോയി നിന്നു. കാരണം ഇവർക്ക് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ചെറിയമ്മ വലിയമ്മ മക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി നിന്നു. അങ്ങനെ പോയി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ അവരെല്ലാവരുമായിട്ട് ഒന്നിച്ച് തറവാടാണ്. അപ്പോൾ അവിടെ ഒന്നിച്ചാണ് അവർ. അപ്പോൾ അങ്ങനെ ഒന്നിച്ചാൽ മക്കളെല്ലാവരും കൂടി കഴിയുന്ന വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ചേച്ചി അവിടെയും അടുക്കള ഭരണം ഏറ്റെടുത്തു കേട്ടോ. അടുക്കള ഭരണം ഏറ്റെടുക്കല്ല, ചെന്ന നമ്മുടെ നാട്ടിലത്തേക്കാളും ചെന്നൈയിലും ഇവിടെയൊക്കെ പോയുള്ളവരാണെന്ന് നല്ല രീതിയിൽ വേറെ രീതിയിൽ ഭക്ഷണങ്ങൾ തയ്യാറാക്കാനായിട്ട് അറിയുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ചേച്ചി ഓരോ രീതിയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്കും എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഒരു മേടിച്ച് കൊടുത്ത് ആ ചേച്ചി ഉണ്ടാക്കുമ്പോൾ അതൊരു രസമാണ്, എല്ലാവരും കൂടി കൂടുമ്പോൾ അല്ലേ. അങ്ങനെയൊക്കെ ആയി. ആ ചേച്ചി അപ്പോഴത്തേനും മകൾ വിളിച്ചു, നിങ്ങൾ എൻ്റെ അമ്മേനെ എന്താ അവിടെ വേലക്കാരിയായി വെച്ചേക്കാണോ, മൂത്ത മകൾ കേട്ടോ, എൻ്റെ അമ്മയെ നിങ്ങളെന്താ അവിടെ വേലക്കാരിയായി വെച്ചേക്കാണോ, ഇവിടെ അനിയത്തിക്ക് സർജറി എന്ന് പറഞ്ഞിട്ട് പോയതാണ് അമ്മ, അവിടെ ചെന്നിട്ട് അവിടുന്ന് 1 മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെന്താ നിങ്ങളിപ്പോൾ അവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിഞ്ഞതൊരു പ്രശ്നം വേണ്ട ചില ചേച്ചിയോട് പറഞ്ഞു, മകളുടെ അടുത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്വന്തം മകളാണ് എന്നുള്ളത് ചിന്തിക്കണം. എന്നിട്ട് പോലും ഇങ്ങനെ. അപ്പോൾ മനസ്സ് ഉള്ളവർക്ക് തന്നെയാണ്, അമ്മയാണെങ്കിലും മകളാണെങ്കിലും ആരാണെങ്കിലും മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് അത് ചെയ്തു കൊടുക്കുള്ളൂ. അപ്പോൾ ആ ചേച്ചി മകളാണല്ലോ എന്നുള്ള രീതി കൊണ്ട് ആ വീടും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ മകള് അമ്മ എന്നുള്ളൊരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു മനസ്സലിവോ അവിടെ കാണിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട് ജീവിതത്തിൽ. അപ്പോൾ എന്നും ചെയ്യുന്നവൻ ചെയ്തുകൊണ്ടേയിരിക്കും, അതുപോലെ തന്നെ കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് തന്നെയാണ് നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോകാൻ ആ ചേച്ചിക്ക് പറ്റാതെ അല്ല. പക്ഷേ അവർക്ക് എവിടെ പോയാലും ഇപ്പം ഇങ്ങനെ പോയിട്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു വീട്ടിൽ പോയാലും നമ്മൾ ഏതെങ്കിലും ഫ്ലാറ്റുകളിൽ പോയി കഴിഞ്ഞാൽ 3-4 വീട്ടിൽ മണിക്കൂർ വെച്ച് പണിത് കഴിഞ്ഞാൽ അത്യാവശ്യം വരുമാനം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയാൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. പക്ഷെ അപ്പോഴും അവരെന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ അടുത്തല്ലേ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ. പക്ഷെ ആ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. ഈ മകൾക്ക് തിരിച്ചില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം, നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഇല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, എന്താ വെച്ചാൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് വിടണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല, നമുക്ക് ഇതിൽ നിന്ന് മുക്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മക്കളുടെ കാര്യം കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നവൻ ചെയ്തു കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഞാൻ പറയാൻ കാരണം ഉണ്ടായത് കേട്ടോ. നമുക്ക് നമ്മുടേതായ ജീവിതം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് മറ്റൊരു വീട്ടിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാറ്റുകളിലൊക്കെ പോയിട്ട് നമ്മളിതുപോലെ പണിയെടുക്കുക വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടൊരു വരുമാന മാർഗ്ഗം ഉണ്ടാവും. അതും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ തരുന്നതിനും ഇവർ ചെയ്യുന്നതിനും എല്ലാം കണക്കുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ, അല്ലാത്ത മക്കൾ കണക്ക് പറയുന്നതല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള മക്കളാച്ചാൽ കണക്കുണ്ടാവും. അപ്പോൾ ആ കണക്കുകളും നമ്മൾ കേൾക്കേണ്ടി വരും, ആ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും, നമ്മുടെ സ്വാതന്ത്ര്യം അവിടെ അടിയറവ് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. Bye. See you.